ഈ ജാതി വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എന്ന് പറയുന്ന സാധനം അത് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആചരിക്കുന്നു, അത് നിങ്ങൾ പിന്തുടരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ തന്നെ പിറക്കുന്ന അതിൻ്റെ കൂടെ പിറക്കുന്ന സംഗതികളായിട്ടുള്ള ഇത്തരം ജാതി വിവേചനം അതും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അതും കൊണ്ടു നടക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ബാക്കി പത്രമാണ് അതിൻ്റെ പേരുള്ള സംഗതികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും എല്ലാം ഇന്ന് കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇത് തുടക്കം വെച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു മറുചിന്തയുമില്ലാതെ തികച്ചും കച്ചവടവൽക്കരണത്തിൻ്റെ ആ ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പേരിൽ പരസ്യ വരുമാനം അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരസ്യങ്ങൾ പോലും സ്വീകരിച്ച് ഇതിനെ നോർമലൈസ് ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അവരുടെ ഭാഗത്ത് തന്നെയാണ് അതിൽ ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് അന്ന് അങ്ങനെ വരുന്ന സമയത്ത് പത്രങ്ങൾ പറയാണ് ഇങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരസ്യങ്ങൾ ഞങ്ങൾ എടുക്കില്ല, നിങ്ങൾ കല്യാണം